ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പി എസ് സി വൈബ്. പി എസ് സി വൈബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി എസ് സി 2024 ചോദിച്ച ചോദ്യപേപ്പറും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ്. 151/2024 ആണ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. അതിൻ്റെ പാർട്ട് 2 ആണ്. പാർട്ട് 1 നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നോക്കാം. ഇന്ത്യയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7 ഇന്ത്യയിൽ 29 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിലുള്ളത്. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്. ഇന്ത്യയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകളാണ് വേണ്ടത്. ഒന്നാമത്തെ പ്രസ്താവന, ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7 അത് ശരിയാണ്. ഇന്ത്യയിൽ 29 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിലുള്ളത് എന്ന് പറഞ്ഞത് തെറ്റാണ്. ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളത്. അപ്പോൾ രണ്ടാമത്തത് തെറ്റാണ്. മൂന്നാമത്തത്, ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്. അത് ശരിയാണ്. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം ശരി. 1ഉം 3ഉം ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഉത്തരപർവ്വത മേഖലയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? തെറ്റായ പ്രസ്താവനയാണ് വേണ്ടത്. ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരകളുടെ അടിസ്ഥാനത്തിൽ ട്രാൻസ് ഹിമാലയം, ഹിമാലയം, പൂർവാചൽ എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ ഹിമാലയൻ നിരകളെ സിവാലിക്, ഹിമാചൽ, ഹിമാദ്രി എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. എവറസ്റ്റ് പോലുള്ള വമ്പൻ പർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നത് സിവാലിക്കിലാണ്. നാഗ, ഖാസി, ഗാരോ കുന്നുകൾ പൂർവാചലിൽ സ്ഥിതി ചെയ്യുന്നു. ഇതിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ പ്രസ്താവന, ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പൂർവ്വത നിരകളുടെ അടിസ്ഥാനത്തിൽ ട്രാൻസ് ഹിമാലയം, ഹിമാലയം, പൂർവാചൽ എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു എന്നത് പറഞ്ഞത് ശരിയാണ്. ഇനി ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ ഹിമാലയൻ നിരകളെ സിവാലിക്, ഹിമാചൽ, ഹിമാദ്രി എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. അതും ശരിയാണ്. എവറസ്റ്റ് പോലുള്ള വമ്പൻ പർവ്വത നിരകൾ സ്ഥിതി ചെയ്യുന്നത് സിവാലിക്കിലാണ്. അത് തെറ്റാണ്. എവറസ്റ്റ് പോലുള്ള വമ്പൻ പർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹിമാദ്രിയിലാണ്. ശിവാലിക്കിലല്ല, ഹിമാദ്രിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് തെറ്റാണ്. മൂന്നാമത്തത് തെറ്റാണ്. നാഗ, ഖാസി, ഗാരോ കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് പൂർവാചലിൽ സ്ഥിതി ചെയ്യുന്നതും ശരിയാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. മൂന്നാമത്തെ പ്രസ്താവനയാണ് തെറ്റ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ഗുജറാത്ത്. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തതാണ് വേണ്ടത്. ഉത്തരം ഓപ്ഷൻ സി ആണ്, ഹരിയാനയാണ്. രാജസ്ഥാൻ, പഞ്ചാബ്, ഗുജറാത്ത് ഇതൊക്കെ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്തുകളുണ്ട്. 87 മുനിസിപ്പാലിറ്റികളും 6 മുനിസിപ്പൽ കോർപ്പറേഷനുകളും ഉണ്ട്. അർദ്ധനഗര പ്രദേശങ്ങളിൽ ഭരണം നടത്തുന്നത് നഗരപഞ്ചായത്തുകളാണ്. നിരവധി ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നതാണ് വാർഡ് പഞ്ചായത്ത്. നമുക്ക് വേണ്ടത് തെറ്റായ പ്രസ്താവനയാണ്. ഒന്നാമത്തെ പ്രസ്താവന എന്താണ്? കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്തുകളുണ്ട്. അത് ശരിയാണ്. 87 മുനിസിപ്പാലിറ്റികളും 6 മുനിസിപ്പൽ കോർപ്പറേഷനുകളും ഉണ്ട്. അതും ശരിയാണ്. അർദ്ധനഗര പ്രദേശങ്ങളിൽ ഭരണം നടത്തുന്നത് നഗരപഞ്ചായത്തുകളാണ്. അതും ശരിയാണ്. നിരവധി ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നാണ് വാർഡ് പഞ്ചായത്ത് എന്ന് പറഞ്ഞത് തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, നമ്മുടെ ചാനലിൽ കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറഞ്ഞ ടോപ്പിക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് പ്ലേലിസ്റ്റ് നോക്കി കണ്ടേക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിൻ്റെ സമുദ്രതീരം സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? കേരളത്തിൻ്റെ കടൽ തീരം 590 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു. നിലവിൽ സംസ്ഥാനത്ത് 222 കടലോര മത്സ്യഗ്രാമങ്ങളുണ്ട്. മത്സ്യമേഖലയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് കേരള ജല കൃഷി വികസന ഏജൻസി അല്ലെങ്കിൽ അഡാക്ക്. ഇതിൽ ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. കേരളത്തിൻ്റെ കടൽ തീരം 590 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു. ശരിയാണ്. നിലവിൽ സംസ്ഥാനത്ത് 222 കടലോര മത്സ്യഗ്രാമങ്ങളുണ്ട്. അതും ശരിയാണ്. മത്സ്യമേഖലയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് കേരള ജലകൃഷി വികസന ഏജൻസി അഡാക്ക്. ശരിയാണ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളെയും സംബന്ധിച്ച വിവരങ്ങളാണ് ചുവടെ. ഇവയിൽ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ ഏതെല്ലാം? മതികെട്ടാൻചോല വയനാട്, പാമ്പാടുംചോല ഇടുക്കി, ആറളം വന്യജീവി സങ്കേതം കണ്ണൂർ, കരിമ്പുഴ വന്യജീവി സങ്കേതം കൊല്ലം. ഇതിൽ ശരിയായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. മതികെട്ടാൻചോല വയനാട് തെറ്റാണ്. പാമ്പാടുംചോല ഇടുക്കി അത് ശരിയാണ്.
ആറളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ, അതും ശരിയാണ്. കരിമ്പുഴ വന്യജീവി സങ്കേതം കൊല്ലം, അത് തെറ്റാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ് 2ഉം 3ഉം. പാമ്പാടും ചോല സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി, ആറളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ, അത് രണ്ടുമാണ് ശരി. മതികെട്ടാൻ ചോല സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. മതികെട്ടാൻ ചോലയും പാമ്പാടും ചോലയും ആനമുടി ചോല ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിൽ തന്നെയാണ്. ഓക്കെ. കരിമ്പുഴ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറത്താണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. മുഴുവൻ ഗ്രാമങ്ങളിലും ബാങ്കിംഗ് സേവനം ലഭ്യമാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം, കായിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം, ജനസാന്ദ്രത കൂടിയ ജില്ല മലപ്പുറം. കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായതാണ് വേണ്ടത്. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. മുഴുവൻ ഗ്രാമങ്ങളിലും ബാങ്കിംഗ് സേവനം ലഭ്യമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളമാണ്. കായിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്, അത് ശരിയാണ്. ഇനി ജനസാന്ദ്രത കൂടിയ ജില്ല മലപ്പുറം, അത് തെറ്റാണ്. ജനസാന്ദ്രത ഏറ്റവും കൂടിയ ജില്ല തിരുവനന്തപുരമാണ്. ജനസംഖ്യ കൂടിയ ജില്ലയാണ് മലപ്പുറം. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉമാണ് ശരി. കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കൂടിയ ജില്ല മലപ്പുറവും ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ജില്ല വയനാടുമാണ്. ജനസംഖ്യ ഏറ്റവും കൂടിയ ജില്ല മലപ്പുറം, ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ജില്ല വയനാടാണ്. ഇനി ജനസാന്ദ്രത ഏറ്റവും കൂടിയ ജില്ല തിരുവനന്തപുരവും ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ജില്ല ഏതാണ്? ഇടുക്കിയുമാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ വിവിധ വൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? കേരളത്തിൽ ജലവൈദ്യുത പദ്ധതികളാണ് കൂടുതലുള്ളത്. കേരളത്തിലെ വിവിധ വൈദ്യുത സ്രോതസ്സുകളാണ് താപവൈദ്യുതി, ജലവൈദ്യുതി, കാറ്റ്, സൗരവൈദ്യുതി തുടങ്ങിയവ. തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിൻ്റെ പദ്ധതിയാണ് നീണ്ടകര. പൂർണ്ണമായും വൈദ്യുതീകരിച്ച സംസ്ഥാനം എന്നറിയപ്പെടുന്നത് കേരളമാണ്. ഇതിൽ കേരളത്തിലെ വിവിധ വൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഏതെന്നാണ് കേട്ടോ. ശരിയല്ലാത്തതാണ് വേണ്ടത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. മൂന്നാമത്തെ പ്രസ്താവന, തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിൻ്റെ പദ്ധതിയാണ് നീണ്ടകര എന്ന് പറഞ്ഞത് തെറ്റാണ്. ഓക്കെ. ബാക്കി 3 പ്രസ്താവനകളും ശരിയാണ്. കേരളത്തിൽ ജലവൈദ്യുത പദ്ധതികളാണ് കൂടുതലുള്ളത്, അത് ശരിയാണ്. കേരളത്തിൻ്റെ വിവിധ വൈദ്യുത സ്രോതസ്സുകളാണ് താപവൈദ്യുതി, ജലവൈദ്യുതി, കാറ്റ്, സൗരവൈദ്യുതി എന്നിവ. അതുപോലെ 4-മത്തത് പൂർണ്ണമായും വൈദ്യുതീകരിച്ച സംസ്ഥാനം എന്നറിയപ്പെടുന്നത് കേരളമാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ജലാശയങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. അഷ്ടമുടിക്കായൽ കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നു. ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട. വേമ്പനാട്ട് കായൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു. ഇതിൽ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാ പ്രസ്താവനയും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അഷ്ടമുടിക്കായൽ കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നു, ശരിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട, അത് ശരിയാണ്. വേമ്പനാട്ട് കായൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം എന്നീ 3 ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നു, അതും ശരിയാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ നദികളെ സംബന്ധിച്ച് ശരിയായത് ഏതാ? പമ്പ കിഴക്കോട്ട്, പാമ്പാർ പടിഞ്ഞാറോട്ട്, കുന്തിപ്പുഴ പടിഞ്ഞാറോട്ട്, പെരിയാർ കിഴക്കോട്ട്. ഇതിൽ ശരിയായതാണ് വേണ്ടത്. ശരിയായത് ഓപ്ഷൻ സി ആണ്. മൂന്നാമത്തത് കുന്തിപ്പുഴ പടിഞ്ഞാറോട്ട് എന്നുള്ളത് ശരിയാണ്. പമ്പ കിഴക്കോട്ട് തെറ്റാണ്. പാമ്പാർ പടിഞ്ഞാറോട്ട് തെറ്റാണ്. പെരിയാർ കിഴക്കോട്ട് തെറ്റാണ്. ഓക്കെ. കേരളത്തിലെ നദികളുടെ എണ്ണം എത്രയാണ്? കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം 44 നദികളാണുള്ളത്. കേരളത്തിൽ 44 നദികളിൽ 41 പടിഞ്ഞാറോട്ട് ഒഴുകുന്നു. 3 എണ്ണമാണ് കിഴക്കോട്ടൊഴുകുന്ന നദികൾ. കിഴക്കോട്ടൊഴുകുന്ന നദികളാണ് കബനി, ഭവാനി, പാമ്പാർ. കബനി, ഭവാനി, പാമ്പാർ എന്നീ 3 നദികളാണ് കിഴക്കോട്ടൊഴുകുന്നത്. ബാക്കി 41 എണ്ണവും പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. ഓക്കെ. കുന്തിപ്പുഴയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത് എപ്പോഴും PSC, സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏത്? സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴയാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? മലനാട്, ഇടനാട്, തീരപ്രദേശം, സമതലപ്രദേശം. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിൽ ഉൾപ്പെടുന്നത് ആണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം 3ഉം ആണ് ശരി. സമതല പ്രദേശം പെടില്ല. മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെയാണ് കേരളത്തിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ചിട്ട് തിരിച്ചിരിക്കുന്നത്. മലനാട്, ഇടനാട്, തീരപ്രദേശം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, തിരുവല്ലപ്പപ്പൻ എന്നറിയപ്പെട്ടിരുന്ന തോമസ് വർഗീസ് ഏത് ഒളിമ്പിക് കായിക ഇനത്തിലാണ് മത്സരിച്ചത്? ലോങ് ജമ്പ്, 400 മീറ്റർ ഹർഡിൽസ്, ഫുട്ബോൾ, ഹോക്കി. ആൻസർ ഫുട്ബോളാണ്. തിരുവല്ലപ്പപ്പൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു.
അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ജൂൺ മുതൽ സെപ്റ്റംബർ വരെ മഴ ലഭിക്കുന്നു, ഇടവപ്പാതി എന്നറിയപ്പെടുന്നു, തുലാവർഷമെന്നും അറിയപ്പെടുന്നു. തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം ആണ് ശരി. ഒന്നാമത്തെ പ്രസ്താവന ജൂൺ മുതൽ സെപ്റ്റംബർ വരെ മഴ ലഭിക്കുന്നു, ശരിയാണ്. ഇടവപ്പാതി എന്നും അറിയപ്പെടുന്നു. ഓക്കെ, ഇനി തുലാവർഷം എന്ന് അറിയപ്പെടുന്ന ഏതാണ്? തുലാവർഷം എന്നറിയപ്പെടുന്നത് വടക്ക് കിഴക്കൻ മൺസൂണാണ്. വടക്ക് കിഴക്കൻ മൺസൂണിനെയാണ് തുലാവർഷം എന്നറിയപ്പെടുന്നത്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ മഴ ലഭിക്കുന്നതും ഇടവപ്പാതി എന്നൊക്കെ അറിയപ്പെടുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂണാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? പാലക്കാട്, ഇടുക്കി, എറണാകുളം, മലപ്പുറം. നിലവിലെ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഓപ്ഷൻ ബി ആണ്, ഇടുക്കിയാണ്. മുന്നേ പാലക്കാടായിരുന്നു. ഇപ്പോൾ നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ്. ഏറ്റവും വലിയ ജില്ല ഇടുക്കി, ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയുമാണ്. ഓക്കെ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള ജില്ലയും ഇടുക്കി തന്നെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വരയാടിനെ സംരക്ഷിക്കാൻ പ്രോജക്റ്റ് നീലഗിരി താർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏത്? തമിഴ്നാട്, കേരളം, കർണാടക, മഹാരാഷ്ട്ര. ഉത്തരം ഓപ്ഷൻ എ ആണ്, തമിഴ്നാടാണ്. വരയാടിനെ അല്ലെങ്കിൽ നീലഗിരി താറിനെ സംരക്ഷിക്കാൻ പ്രോജക്റ്റ് നീലഗിരി താർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം തമിഴ്നാടാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പ് ഏത്? സ്കൂൾ വാഹൻ, എഡ്യൂവാഹൻ, വിദ്യാവാഹൻ, പരിവാഹൻ. ഉത്തരം ഓപ്ഷൻ സി ആണ്, വിദ്യാവാഹനാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല ഏത്? വയനാട്, ഇടുക്കി, പാലക്കാട്, പത്തനംതിട്ട. ഉത്തരം ഓപ്ഷൻ എ ആണ്, വയനാടാണ്. എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല വയനാട്. അടുത്ത ക്വസ്റ്റ്യൻ, തിരുക്കൊച്ചി സംയോജനം നടന്നത് എപ്പോൾ? PSD റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. തിരുക്കൊച്ചി സംയോജനം നടന്നത് എപ്പോൾ? 1949 ജൂൺ 1, 1949 ജൂലൈ 1, 1948 ജൂൺ 1, 1948 ജൂലൈ 1. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1949 ജൂലൈ 1 തിരുക്കൊച്ചി സംയോജനം നടന്നത് 1949 ജൂലൈ 1. ഓക്കെ, റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ രണ്ടാമത്തെ കേരളീയ കലാരൂപം ഏത്? കഥകളി, കൂടിയാട്ടം, ഓട്ടംതുള്ളൽ, മുടിയേറ്റ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ രണ്ടാമത്തെ കേരളീയ കലാരൂപം ഏതെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മുടിയേറ്റാണ്. രണ്ടാമത്തത് മുടിയേറ്റ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആദ്യത്തെ കേരളീയ കലാരൂപം ഏതാണ്? അത് കൂടിയാട്ടമാണ് ആദ്യത്തേത്. രണ്ടാമത്തേത് മുടിയേറ്റാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിബന്ധമാല എന്ന കൃതി രചിച്ചത് ആര്? കബീർ, സൂർദാസ്, വിഷ്ണുകൃഷ്ണ ചിപ്ലുങ്കർ, ഹയാത്തി സാദി. ഇതൊക്കെ SCRT ചോദിച്ചിട്ടുള്ളതാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, വിഷ്ണുകൃഷ്ണ ചിപ്ലുങ്കർ ആണ്. നിബന്ധമാല രചിച്ചത് വിഷ്ണുകൃഷ്ണ ചിപ്ലുങ്കർ. PSC റിപ്പീറ്റായിട്ട് ചോദിക്കാറുള്ളതാണ്. നിബന്ധമാല രചിച്ചത് വിഷ്ണുകൃഷ്ണ ചിപ്ലുങ്കറാണ്. ഇത് ഏത് ഭാഷയിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. മറാത്തി ഭാഷയിലാണ്. ഓക്കെ, നിബന്ധമാല രചിച്ചത് വിഷ്ണുകൃഷ്ണ ചിപ്ലുങ്കർ, മറാത്തി ഭാഷ. അടുത്ത ക്വസ്റ്റ്യൻ, അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആര്? സി ബാലകൃഷ്ണൻ, TC യോഹന്നാൻ, KC എൽസമ്മ, ജിമ്മി ജോർജ്. ഉത്തരം ഓപ്ഷൻ എ ആണ്, സി ബാലകൃഷ്ണനാണ്. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ്? സി ബാലകൃഷ്ണൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ISROയുടെ പുതിയ വാണിജ്യ വിഭാഗം ഏതാണ്? ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്, ഇന്ത്യ ഡാറ്റ റിലേ സാറ്റലൈറ്റ് സിസ്റ്റം, ഇൻസ്പേസ്, സ്പേസ് കിഡ്സ് ഇന്ത്യ. ഉത്തരം ഓപ്ഷൻ എ ആണ്, ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ISROയുടെ പുതിയ വാണിജ്യ വിഭാഗമാണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. ഓക്കെ, ISRO നിലവിൽ വന്ന വർഷം എപ്പോഴും ചോദിക്കാറുണ്ട്. 1969 ISRO നിലവിൽ വന്ന വർഷം 1969. ആസ്ഥാനം ബാംഗ്ലൂരു. ഓക്കെ, ISROയുടെ നിലവിലെ ചെയർമാൻ S സോമനാഥാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 2023 IPL ചരിത്രത്തിലെ ആദ്യ ഇമ്പാക്റ്റ് പ്ലെയർ ആയത് ആരാണ്? 2023 IPL ചരിത്രത്തിലെ ആദ്യ ഇമ്പാക്റ്റ് പ്ലെയർ ആയത് ആരാണ്? സാം കരൻ, ശുഭ്മാൻ ഗിൽ, തുഷാർ ദേശ്പാണ്ഡെ, മുഹമ്മദ് ഷമി. ഉത്തരം ഓപ്ഷൻ സി ആണ്, തുഷാർ ദേശ്പാണ്ഡെ. അടുത്ത ക്വസ്റ്റ്യൻ, ജ്ഞാനപ്പാന പുരസ്കാരം 2023 നേടിയത് ആരാണ്? ജ്ഞാനപ്പാന പുരസ്കാരം 2023 നേടിയത് ആര്?
കെ ജയകുമാർ, വി മധുസൂദനൻ നായർ, കെ ബി ശ്രീദേവി, ശ്രീ രവിശങ്കർ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, വി മധുസൂദനൻ നായരാണ്. ജ്ഞാനപ്പാന പുരസ്കാരം 2023 നേടിയത് വി മധുസൂദനൻ നായർ. ജ്ഞാനപ്പാന പുരസ്കാരം 2024 നേടിയതാരാണ്? ജ്ഞാനപ്പാന പുരസ്കാരം 2024 നേടിയത് രാധാകൃഷ്ണൻ കാക്കശ്ശേരിയാണ്. രാധാകൃഷ്ണൻ കാക്കശ്ശേരി 2024 ജ്ഞാനപ്പാന പുരസ്കാര ജേതാവ്. 2023 ലഭിച്ചത് വി മധുസൂദനൻ നായർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്ന്? 2023 ജൂൺ 21, 2023 ജൂൺ 22, 2023 സെപ്റ്റംബർ 22, 2023 ജൂലൈ 14. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്ന്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. 2023 ജൂലൈ 14. ഇന്ത്യയുടെ 3ാമത്തെ ചാന്ദ്ര ദൗത്യമാണ് ചന്ദ്രയാൻ 3. വിക്ഷേപിച്ചത് 2023 ജൂലൈ 14. ഇനി ചന്ദ്രയാൻ 3 വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ എസ് സോമനാഥാണ്. ISRO ചെയർമാൻ എസ് സോമനാഥ്. ഓക്കെ, ഇനി ചന്ദ്രയാൻ 3ന്റെ പ്രോജക്റ്റ് ഡയറക്ടർ, ചന്ദ്രയാൻ 3ന്റെ പ്രോജക്റ്റ് ഡയറക്ടർ പി വീരമുത്തുവേൽ. ചന്ദ്രയാൻ 3ന്റെ പ്രോജക്റ്റ് ഡയറക്ടർ പി വീരമുത്തുവേലും ചന്ദ്രയാൻ 3 മിഷൻ ഡയറക്ടർ മോഹൻകുമാറുമാണ്. മിഷൻ ഡയറക്ടർ മോഹൻകുമാർ, ചന്ദ്രയാൻ 3 പ്രോജക്റ്റ് ഡയറക്ടർ പി വീരമുത്തുവേൽ. ഓക്കെ, നമ്മുടെ ചാനലിൽ ചന്ദ്രയാൻ 1, 2, 3 ഈ 3 ദൗത്യത്തിൻ്റെയും ക്ലാസ് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാത്തവർ പ്ലേലിസ്റ്റ് നോക്കി കണ്ടേക്കുന്ന ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യനും അതിൻ്റെ അനുബന്ധ വിവരങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസും അനുബന്ധ വിവരങ്ങളുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അപ്പോൾ നന്നായിട്ട് തന്നെ പഠിച്ചോളുക. ഇനി വരുന്ന പരീക്ഷകൾക്ക് എന്തായാലും ഇത് ഉപകാരപ്പെടും. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.